അങ്ങനെ അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പിന് ശേഷം അശ്വ ആർട്സ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതെൻ്റെ കുട്ടിയുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത സ്കൾപ്ചർ വർക്ക്സ് ആട്ടോ. അവർക്കൊരു വർക്ക്ഷോപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് മെനക്കെട്ട് ചെയ്ത വർക്ക്സാണ്. അപ്പോൾ ഒന്നും കളയാൻ എനിക്ക് തോന്നിയില്ല. എല്ലാം സേഫായിട്ട് എടുത്തു വയ്ക്കാമെന്ന് കരുതി. അവർക്ക് എപ്പോഴെങ്കിലും കൊണ്ടുപോകണം തോന്നുകയാണെങ്കിൽ കൊണ്ടുപോട്ടെ എന്ന് കരുതി. ചില വർക്ക്സൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പൊട്ടിപ്പോയത് വീണ്ടും റീയൂസ് ചെയ്യാമെന്ന് കരുതി മാറ്റി വെച്ചിട്ട് അന്ന് ഞാൻ അവർക്ക് 2 ഓപ്ഷനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എടുത്ത് സ്റ്റഡി ചെയ്ത് വർക്ക് ചെയ്യാം. ആദ്യം എല്ലാവരും ഒബ്ജക്റ്റ് എടുത്ത് സ്റ്റഡി ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് പാളിപ്പോയതോടുകൂടി കുറച്ച് പേര് ക്രിയേറ്റീവിലോട്ട് കടന്നു. ക്രിയേറ്റ് ചെയ്ത സമയത്താണെങ്കിൽ കുറച്ച് ക്ലേ കൊണ്ട് പല രീതിയിലുള്ള വർക്ക്സാണ്. എന്താ പറയുക, ഒരു 5 മിനിറ്റ് കഴിയുന്തോറും ഒരെണ്ണം ഉണ്ടാക്കും, പൊളിക്കും, അടുത്ത് ഉണ്ടാക്കും. ഇതായിരുന്നു അവസ്ഥ. ഇത് കണ്ടില്ലേ, ഇത് ക്രിയേറ്റ് ചെയ്തൊരു വർക്കാണ്. മീൻകൊട്ടയിൽ മീൻ കിടക്കുന്ന പോലെ. കൊള്ളാല്ലേ? ഇത് സ്റ്റഡി ചെയ്താട്ടോ. ഇതുപോലത്തെ ഒരു വർക്ക് കൂടി ഉണ്ടായിരുന്നു, ഒന്നൊക്കെ ചെയ്താണ്. സോ കുട്ടികൾ കാണുന്ന വസ്തുക്കൾ അവർ എങ്ങനെ ഒരു വർക്കിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വരയ്ക്കുന്നതിലും കുറച്ചും കൂടി അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷേപ്പ് ആണെങ്കിലും അതിലുണ്ടായ ടെക്സ്ചർ, അതിൻ്റെ ഡീറ്റെയിലിംഗ് പോലും ചില വർക്കിൽ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാറ്റർഡേ സൺഡേ മാത്രമേ ക്ലാസ് ഉണ്ടാവുകയുള്ളൂ. കുട്ടികൾക്ക് സ്കൂളൊക്കെ ഓപ്പൺ ആയില്ലേ. അപ്പോൾ അവരെ കൊണ്ട് ഇനി പുതിയതായിട്ട് എന്ത് ചെയ്യിക്കാൻ പറ്റും എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസും വർക്ക്സൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.